ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹന. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മുടെ പെരുന്നാളിൻ്റെ വ്ളോഗാട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പെരുന്നാൾ തലേ ദിവസം ഞാൻ മൈലാഞ്ചി കെട്ടതാ ചെറിയൊരു ക്ലിപ്പാട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെയാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടത് കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ആ ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. മൈലാഞ്ചി ഇടാനൊന്നും എനിക്ക് ഒരുപാട് അങ്ങനെ അറിയത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഉറക്കം വന്ന കാരണം ഒട്ടും നന്നായിട്ടുമില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ളതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇട്ടും. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ തന്നെ പെരുന്നാളാണെന്നുള്ള ആ ഒരു ഇതാണല്ലോ നമുക്ക്. അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ മുല്ലച്ചെടി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പൂവ് നിൽക്കണപ്പോൾ ജസ്റ്റ് ഞാൻ പൊട്ടിച്ചതാ. മണം കേട്ട് ചെന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല മണമായി ഇതിൻ്റെ. അപ്പം ഞാൻ ചെടിയുമ്പോൾ 2-3 എണ്ണമൊക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് പൊട്ടിച്ചതാ. പിന്നെ ഇന്ന് രാവിലെ ചായക്ക് ഉമ്മച്ചി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടും പഴവുമാണ്. അപ്പോൾ ഞങ്ങൾ മിക്ക പെരുന്നാളിനും പുട്ടും പഴവും തന്നെയാണ് കഴിക്കൽ. കഴിഞ്ഞ പെരുന്നാൾക്ക് മാത്രം പത്തിരി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് പുട്ടും പഴവും തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മച്ചി അതാ സവോളയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നമ്മളെ ചിക്കൻ കറിക്കും ബിരിയാണിക്കും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങി, അതായത് ചിക്കൻ പൊരിക്കാനും ഒക്കെ ആയിട്ട് നിന്നു. അപ്പോഴേക്കും ഞാൻ പഴവും പുട്ടൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം വാപ്പിച്ചി എന്തൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയേക്കുക. അപ്പോൾ പിന്നെ അനിയത്തി എണീറ്റിട്ടില്ല. ഞാനാണെങ്കിൽ നേരത്തെ എണീറ്റു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. പുട്ടും പഴവും കൂട്ടിയിട്ട് ചായ കുടിക്കാനുണ്ടാകും. അപ്പോൾ എനിക്ക് പുട്ടും പഴവും ഇഷ്ടമാണ്. പത്തിരിനേക്കാളും കൂടുതൽ പുട്ടും പഴവും ഇഷ്ടമാണ്. ഞങ്ങൾ മിക്ക പെരുന്നാൾക്കും ഞങ്ങളുടെ വീട്ടിൽ പുട്ടും പഴവും തന്നെയാണ്. കഴിഞ്ഞ പെരുന്നാളിന് മാത്രമായിരുന്നു പത്തിരി വെച്ചത് കേട്ടോ. അതിനുശേഷം പിന്നെ ഉമ്മച്ചി സവോളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മളെ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അനിയത്തിയും കൂടെ അവളുടെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്നാലും കുറച്ച് പോകാനുണ്ട്. അപ്പം അവൾ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അവളും കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ. ഇതൊക്കെ ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുഞ്ഞോട് വാങ്ങിച്ചിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. കണ്ടോ ഇവിടെ ഇങ്ങനെ തോട് പോയിട്ടുണ്ട്. അപ്പോൾ അവളെ വാങ്ങിച്ചിട്ട് വരും, നമുക്കിവിടെ നിൽക്കാം. പള്ളിയിൽ നിന്ന് തക്ബീറൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ഡ്രസ്സ് നമ്മൾ ജസ്റ്റ് ഷേപ്പാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെ വീടിൻ്റെ അടുത്തൊന്നല്ല, കുറച്ചൊന്ന് പോയാൽ മതി. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ എൻ്റെ ഒന്നും ഞാനങ്ങനെ കൊടുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ എത്തി. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. വൈറ്റും ബ്ലാക്കും വരുന്നൊരു ചിക്കൻ കാരി പോലെ വരുന്നൊരു ടോപ്പും പിന്നെ പാൻറ്റ് ഷോളും ആണ് കേട്ടോ. അങ്ങനെ ഉമ്മച്ചി ബിരിയാണി ദമ്മിടുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ഞാനവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കണതായിട്ട്. അപ്പോൾ എല്ലാ പെരുന്നാൾക്കും നമ്മൾ വീട്ടിൽ ബിരിയാണിയും ചിക്കനും തന്നെയാണ് വെക്കുക. നമ്മൾ നെയ്ച്ചോറൊന്നും അങ്ങനെ വെക്കലില്ല, കാരണം നമുക്കങ്ങനെ വെക്കാൻ അറിയത്തില്ല നെയ്ച്ചോറൊന്നും. അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോന്നായിട്ട് ഉമ്മച്ചി ഇങ്ങനെ ഇട്ട് കഴിക്കാം. ഞാൻ വിചാരിച്ചു ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ കളറൊന്നും നമ്മൾ ഒത്തിരി അങ്ങനെ ചേർക്കണമൊന്നുമില്ല. ആവശ്യത്തിന് എല്ലാം ആവശ്യത്തിനായിരുന്നു കേട്ടോ എല്ലാം സെറ്റാക്കി വെച്ചത്. പിന്നത്തെ ഒരു പണി എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളിന് എന്തെങ്കിലും ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരം വരുന്നത് ഈ ബീച്ച് സൈഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ റിസോർട്ടൊക്കെ ഉണ്ട്, 2 റിസോർട്ട് അടുത്തടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കും. അതേ അത്ര ഇത് ആ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ക്ലിയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ ഇരുന്നിട്ട് 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാണ്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി.
അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. കുഴപ്പമില്ലാത്ത ഫോട്ടോ ഒക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. ഇങ്ങനെ ഉച്ചയായിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും, ഞങ്ങൾ സെപ്പറേറ്റാണ് കറിയും ബിരിയാണിയൊക്കെ വെക്കുക കേട്ടോ. ഒന്നും ഒരുമിച്ച് അങ്ങനെ വെക്കില്ല. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ വാഴയിലാണ് പെരുന്നാൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഫുഡ് കഴിക്കൽ. അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ എടുത്തു. വാഴയിലയിൽ നമ്മളെല്ലാവരും കൂടെ ചോറൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല. അതായത് കളറൊന്നും ഒത്തിരി അങ്ങനെ ചേർത്തിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ മെയിനായിട്ട് വേണ്ടത് സലാഡ്, അതും പൊരിച്ച ചിക്കനും എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് ബിരിയാണി. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ നേരത്തെ താത്തയും മൂത്തുമ്മയും താത്തയുടെ മോനൊക്കെ കൂടി വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്കൊക്കെ പോയിട്ടൊന്ന് വരാമെന്ന്. അങ്ങനെ പിന്നെ താത്തയുടെ വണ്ടിയിൽ ഞങ്ങൾ കറങ്ങാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും കറങ്ങാനായിട്ട് പോകണത് കുറേ ലോങ്ങൊക്കെ ഇരിക്കുന്നതല്ല, കുറച്ച് അകലെയാണ്. എന്നാലും 4 മണിക്കാറ്റിലൊക്കെ ഞങ്ങൾ പോയിട്ട്, അപ്പോൾ ചാവക്കാട് ബീച്ച് 4 മണിക്കാറ്റ് അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി വരാം. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പോയിട്ട് വരാം, എല്ലാവരും കൂടെ പോകണ നല്ലൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോവാണ്. അപ്പം ഉച്ചതിരിഞ്ഞൊരു ടൈമായിട്ടോ. പിന്നെ വീട്ടിലോട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കിടുന്നതാണ്. പിന്നെ ആ ഡ്രസ്സിനെ വീണ്ടും എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് 4 മണിക്കാറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. പുറത്ത് പോയി കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തോട്ട് അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോകാം. അപ്പോൾ അതിന് ടിക്കറ്റിന് ചാർജൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് ഇത്ര രൂപ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാം കേട്ടോ. ഒരു ഊഞ്ഞാലുണ്ട് പുഴയേക്കാടുന്ന, ഒരു ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഫുള്ള് പുഴയും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ രാത്രി വരുമ്പോഴാണ് ശരിക്കും എൻ്റെ ഭംഗി അറിയുള്ളൂ. അപ്പോൾ പകൽ വരുമ്പോൾ നമുക്ക് അതൊന്നും അങ്ങനെ അറിയില്ല. എന്നാൽ പോലും അവിടെ ഇവിടെയും പുഴയും പിന്നെ ബോട്ടിങ്ങിന് പോകാം. പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ കുറച്ച് സെക്ഷനൊക്കെ ഉണ്ട്. അതാണ് പ്രത്യേകിച്ച് ഇതൊരു കാര്യമായിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. താത്താടെ മോന് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ കളിക്കാനുള്ള ഇതിലൊക്കെ കയറി അവന് പിന്നെ കളിയിലൊക്കെ ആയിരുന്നു കേട്ടോ ശ്രദ്ധ. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്നായതുകൊണ്ട് ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ഒക്കെ ഈ പെരുന്നാൾ കഴിഞ്ഞ് വന്നവരായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒഴുകണ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും അതിൽ ഒഴുകിയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നമുക്ക് നല്ല രസമാണ്. പിന്നെ അതുപോലെ ബോട്ടിങ്ങിന് പോണതൊക്കെ നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കണ്ട ഒരു കപ്പലല്ല, ഒരു ബോട്ട് പോലെ ഒരു മീനിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊരു പുഴയുടെ സൈഡിലാണ് അവർ വെച്ചേക്കണത്. പിന്നെ അതുപോലെ ഒരു റൗണ്ടിലൊരു സാധനമുണ്ട്, അതിങ്ങനെ
കറങ്ങണത് അതിലൊക്കെ ഞങ്ങൾ കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ പുഴയുടെ ആ ഒരു സൈഡിലാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തേക്കണത്. നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാനായിട്ട് കേട്ടോ. നല്ല രസമാണ്. നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ് അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു അന്ന്. അപ്പോൾ ഒരു റൗണ്ടിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറിയിട്ടോ. നല്ല രസമായിരുന്നു. തല കറങ്ങി ലാസ്റ്റ് പറ്റാണ്ടായി. അത്രയും ഇതിൽ സ്പീഡിൽ അത് കറങ്ങുമായിരുന്നു. അത് തന്നെ ഉണ്ടായിരുന്നുള്ള ഞങ്ങൾക്ക് കയറാനായിട്ട് പറ്റിയത്. പിന്നൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് ഒഴുകി കളിക്കണമൊക്കെ ഇരുന്ന്. ഇത് നമ്മൾ തിരിക്കണതിനനുസരിച്ചാട്ടെ ഇതിൻ്റെ സ്പീഡ് കൂടാ, അല്ലാണ്ട് ഒന്നും ഓണാക്കിയിട്ടൊന്നുമല്ല. പക്ഷേ ഇത് ഞങ്ങൾ മെല്ലെ തിരിച്ചിട്ടും നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. തല കറങ്ങും നമുക്ക്, അങ്ങനത്തെ ഒരു സ്പീഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു തരം ഒരു ബോൾ പോലത്തെ സംഭവം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പേർക്കൊക്കെ കയറിയിരിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് കണ്ടു, ഇതാണ് ബോട്ടിങ്ങിന് അവർ പോകണത്. അപ്പോൾ നമുക്ക് പോകണമെങ്കിൽ പൈസ ഒരാൾക്ക് ഇത്ര രൂപ എന്നുണ്ട്. അങ്ങനെ പൈസ കൊടുത്തിട്ട് നമുക്കും ഇതുപോലെ പോകാം. അപ്പം ഞങ്ങളോട് പോകണമെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് പേടിയായിട്ട് പോയില്ല. ഇതിലവർ ചവിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനി ചവിട്ടാൻ പറ്റിയില്ലെങ്കിൽ അവിടെ പെടൂലേ എന്നൊക്കെ. ചവിട്ടാൻ കുറച്ച് റിസ്ക് ആണെങ്കിൽ ചിലപ്പോൾ നടുവിലെത്തിയിട്ട് എനിക്ക് ചവിട്ടാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കയറിയില്ല കേട്ടോ. എൻ്റെ അടുത്തും പിന്നെ താത്താടെ മോൻ്റെ അടുത്തും ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തും ഒരെണ്ണത്തിൽ പൊയ്ക്കും എന്നൊക്കെ പറഞ്ഞത്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം എന്താവുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ നമ്മൾ ഇത്രയും പേരെ മുമ്പിൽ വെച്ച് നാണം കിടണ്ട, അറിയാത്ത പണിക്ക് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാൻ ചെന്നാട്ടോ. പോകാൻ ആഗ്രഹം ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ട വഞ്ചിയിൽ ഒരു ഫാമിലി പോകണം കാണാം. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ആ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ കാണുമ്പോൾ ആളിങ്ങനെ തുഴഞ്ഞ് പോവാം. അപ്പോൾ ഇത്ര സ്ഥലം തൊട്ട് ഇത്ര സ്ഥലം വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ ആയിരിക്കും പൈസ. അപ്പോൾ ഇവർ കുറേ പേര് അകലെ പോയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ലവ് ഷേപ്പിൽ ചെടി പടർന്നിട്ടുള്ള കാണാം കേട്ടോ. ഇത് രാത്രി ഇതിൻ്റെ ലൈറ്റ് കത്തുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി അറിയുള്ളൂ. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പകലായതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും പിന്നെ മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ അത് കുപ്പിലിട്ടൊക്കെ വാങ്ങിച്ചോട്ടെ. അപ്പോൾ എനിക്ക് ഈ ഒരു ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അതാണ് വാങ്ങിച്ചത്. വാനിലയാണ്. പിന്നെ അനിയത്തിക്കൊക്കെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ളതാണ് വാങ്ങിച്ചത്. സെയിം തന്നെ സ്ട്രോബെറിയുടെ. എനിക്ക് വാനിലയാണ് പൊതുവെ ഇഷ്ടം, അതുകൊണ്ട് അതാണ് വാങ്ങിച്ചേട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ 4 മണിക്കാറ്റിലെ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം അവിടെയൊക്കെ ചിലവഴിച്ച് ഞങ്ങൾ ലാസ്റ്റ് പോവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയും ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചാവക്കാട് ബീച്ചിലൊന്ന് പോകാമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് അധികമൊന്നും പിന്നെ ചാവക്കാട് ബീച്ചിക്കില്ല. അപ്പോൾ അവിടെ പോയി കടലൊക്കെ കണ്ടിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമ്മളെ കാറ് പാർക്ക് ചെയ്തിരിക്കണേ കുറച്ച് അകലെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാറൊക്കെ എടുത്ത് തിരിച്ച് പോവാം എന്നുള്ള നിലക്ക് നമ്മൾ പോവാട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കഴിക്കണം നിന്നില്ല. ഐസ്ക്രീമും പിന്നെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് അതൊക്കെ കഴിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് പോവാണ്. അപ്പോൾ വൈകുന്നേരം ആകുന്തോറും 4 മണിക്കാരിൽ തിരക്ക് കൂടി വരാം. രാത്രിയാകുമ്പോൾ കുറേ പേരുണ്ടാവും. കാരണം വെച്ചാൽ എല്ലാവരും പെരുന്നാൾ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു ഇതിൽ വരുമല്ലേ. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടാവും. മനസ്സിലെ കത്തി ബദലിഞ്ഞൊരു പൂവും കട്ടി ഒമ്മാന്റെ മാറാത്ത സ്വന്തം കട്ടി കിടന്നിറഞ്ഞ കൽവും പെട്ടി വെട്ടി തുറന്നപ്പെട്ട പാപം കിതാബിലെടുത്തിട്ട് കവിത കട്ടി.
നമ്മൾ ചാവക്കാട് ബീച്ച് എത്തിയിട്ട് അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഫുള്ളായിരുന്നു അവിടെ. അതായത് കാരണം പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഫുള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്താണ് കേട്ടോ പാർക്കിംഗ് ഒക്കെ ചെയ്തത്. അങ്ങനെ നമ്മൾ പിന്നെ ബീച്ചിലോട്ട് പോകും. അപ്പോൾ പോണ സൈഡിൽ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ഈ എന്താ തുണികളും അതുപോലെ തൊപ്പി അതുപോലെ വെള്ളം അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന ചെറിയ കടകൾ ഇങ്ങനെ സൈഡിൽ കാണാം. പിന്നെ ഇവിടെ ഒരു ഹാർബർ ഉണ്ട്, മെയിനായിട്ട് അതാണ് ഫ്രഷ് മീൻ അപ്പോൾ പോയി പിടിക്കുകയും കൊണ്ടുവരാനൊക്കെ ഒരു സ്ഥലമാണ് ഹാർബർ. അപ്പം അതും പിന്നെ ലൈറ്റ് ഹൗസൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബീച്ചിലോട്ട് പോകുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ, അല്ലെങ്കിലും ഈ ബീച്ചിൽ നല്ല തിരക്കാണ്. കൂടുതൽ പേരും അങ്ങോട്ട് ഈ ഹാർബറിക്ക് മീൻ വാങ്ങാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പേര് പോണതാണ്. അപ്പോൾ ആ ഒരു തിരക്കും പിന്നെ പെരുന്നാളിൻ്റെ ബീച്ച് കാണാൻ വന്ന കുറേ പേരും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ പിന്നെ വഞ്ചിയൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടിരുന്ന് കാണാൻ നല്ല രസമാണ്. വഞ്ചിയും അതുപോലെ ഒരു മീൻ പിടിക്കാൻ പോണ സാധനങ്ങളും അതൊക്കെ സൈഡിൽ കിടക്കണ കാണാം കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് പോയതുകൊണ്ട് നല്ലൊരു അസ്തമയ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വേണ്ട വഴിയിലിറക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി നിന്നോട്ട്. അപ്പോൾ പിന്നെ താത്താടെ മോന് കടലിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കുറേ ചെറിയ പിള്ളേരടക്കം അതിൻ്റെ നടുവിലല്ല അതിൻ്റെ വെള്ളത്തിലൊക്കെ മുങ്ങിയിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ. നല്ല തിര വരുമ്പോഴും അവരതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം, ഇല്ലാണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് പിന്നെ പേടിയായതുകൊണ്ടും പിന്നെ ഡ്രസ്സ് നനയണോണ്ടും നമ്മൾ കൂടുതൽ അങ്ങനെ കടലിലേക്ക് ഇറങ്ങാനൊന്നും നിന്നില്ല. പിന്നെ മേലെ എല്ലാവരും പട്ടം പറത്തിയിട്ടൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പോവാണ്. കാരണം ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം തിരിച്ചു. ഒരു വൈകുന്നേരം ടൈം വരെയൊക്കെ കുറച്ച് ടൈം വരെയൊക്കെ നമ്മളവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഇടാനായിട്ട് നല്ലപോലെ ലേറ്റായി. കുറച്ച് കാരണങ്ങൾ കൊണ്ടെല്ലാം ലേറ്റായി പോയി. എന്നാലും വീഡിയോ ഇവിടെ കിടക്കട്ടെ ജസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ പിന്നെ രാത്രി നല്ലപോലെ ഇരുട്ടായി തുടങ്ങി കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ. അപ്പോൾ നല്ലപോലെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും.